Okay, so today's topic is metal semiconductor junction. Okay, so നമ്മുടെ തേർഡ് മൊഡ്യൂളിൻ്റെ 3 സെക്ഷനായിട്ടാണ് നമ്മൾ സിലബസ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സെക്ഷനിൽ ജംഗ്ഷൻ ഡയോഡ് ആയിരുന്നു. സോ വി ഡിസ്കസ്ഡ് ഓൾറെഡി ജംഗ്ഷൻ ഡയോഡ്, ഹൗ ജംഗ്ഷൻസ് ബിഹേവ്സ് വിത്ത് റെസ്പെക്ട് ടു എ ഫോർവേഡ് ബയാസ്, എ റിവേഴ്സ് ബയാസ് and equilibrium conditions, and the corresponding in each cases we have discussed the relations or equations also, we derived them, and for the numericals that relations are very important. Okay, so ഓരോ ഫോമിലെ നമ്മൾ പഠിക്കണം, അതിൻ്റെ ടേംസ് എന്താണെന്ന് മനസ്സിലാകണം. സോ ടെക്സ്റ്റ് അല്ലെങ്കിൽ എക്സാമിന് ഓരോ ടേംസ് ആയിരിക്കും തരിക, അത് ഏതൊക്കെയാണ് തന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഇക്വേഷൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടുന്ന പ്രോബ്ലംസ് ആണ് അതിൻ്റെ അകത്തുള്ളൂ. സോ ഓൺലി ദ ചലഞ്ച് ഈസ് ടു ഐഡൻറ്റിഫൈ ദ ടേം. ഓക്കെ, സോ നമ്മളുടെ ജംഗ്ഷൻ ഡയോഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്തായാലും തീർന്നു. ടുഡേ അവർ ടോപ്പിക് ഈസ് മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ. ഓക്കെ, സോ ആസ് ദ നെയിം സജസ്റ്റ്, last or junction diode we studied about the semiconductor junction. ഒരു സൈഡിൽ പി മെറ്റീരിയലും ഒരു സൈഡിൽ എൻ മെറ്റീരിയലും വെച്ചിട്ടായിരുന്നു നമ്മൾ ജംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്തത്. സോ ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഡീറ്റെയിൽസ് എന്താണ് സംഭവിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഫ്രം മെജോറിറ്റി കാരിയേഴ്സിൻ്റെ കോൺസെൻട്രേഷൻസ് ഡിഫറൻസ് കൊണ്ട് രണ്ട് സൈഡിലേക്കും ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാകും. ഡിഫ്യൂഷൻ കറണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബിൽറ്റ് ഇൻ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ബിൽറ്റ് ഇൻ ഫീൽഡ് ഒരു ഡ്രിഫ്റ്റ് കറണ്ടിനെ ക്രിയേറ്റ് ചെയ്യും. ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടും കൂടി ബാലൻസ് ചെയ്തിട്ട് നമുക്കൊരു ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു V0 എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നമുക്ക് സെമി കണ്ടക്ടർ ഡയോഡിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ കോണ്ടാക്റ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഹിയർ അവർ ടോപ്പിക് ഈസ് മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ. സോ ആസ് ദ നെയിം സജസ്റ്റ്, മെറ്റൽ സെമികണ്ടക്ടർ അല്ല, നമുക്ക് ത്രീ ടൈപ്സ് മെറ്റീരിയൽസ് ആണുള്ളത്: മെറ്റൽസ്, സെമികണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. സോ സെമികണ്ടക്ടർ ജംഗ്ഷൻ ഓൾറെഡി വി സ്റ്റഡിഡ്. ടുഡേ മെറ്റൽ സെമികണ്ടക്ടർ. സോ ദ ടേം ഈസ് വെരി ക്ലിയർ. വൺ ഓഫ് ദ മെറ്റീരിയൽ ഈസ് ഗോയിങ് ടു ബി എ മെറ്റൽ ആൻഡ് ദ അതർ വൺ ഈസ് എ സെമികണ്ടക്ടർ. സോ ഒരു മെറ്റലും സെമികണ്ടക്ടറും തമ്മിലുള്ള ജംഗ്ഷനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ we will try to cover just introduction, and we will come to the concept of metal semiconductor, and in next class we will cover up that topic also. Okay, so metal semiconductor junction ennu parayanathu, it's a junction between a semiconductor and a metal. Okay, so what do we have? We have a junction between a metal and a semiconductor. Okay, so semiconductor can be N-type semiconductor or P-type semiconductor. Always left side is a metal. Not all metals are good for preparing metal semiconductor junctions. Some certain special kind of metals will come across, like aluminum, gold, platinum, etc. are very common for making this metal semiconductor junction. Okay, so metal semiconductor junction, this concept was introduced by the scientist named Schottky എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ കോൺസെപ്റ്റാണ്. സോ അതുകൊണ്ട് ഈ ജംഗ്ഷൻ ആയതുകൊണ്ട് നമ്മളതിനെ ഷോട്ട്കി ഡയോഡ് എന്നും വിളിക്കാറുണ്ട്. ഷോട്ട്കി ഡയോഡ്, ഓക്കെ, ഷോട്ട്കി ബാരിയർ ഡയോഡ്. ഓക്കെ, സോ ഷോട്ട്കി ബാരിയർ അല്ലെങ്കിൽ നോർമൽ ജംഗ്ഷൻ ഡയോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ജംഗ്ഷൻ ഡയോഡിൻ്റെ സിമ്പൽ ഇതാണ്, പി മെറ്റീരിയൽ, ദെൻ എൻ മെറ്റീരിയൽ, ഇതാണ് സിമ്പൽ. ആ സമയത്ത് അത് പറയാൻ വിട്ടുപോയിരുന്നു. സോ പി എൻ ജംഗ്ഷൻ്റെ ഒരു നോർമൽ സിമ്പലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ഫോർമൽ നമ്മുടെ ഡയോഡിന് ഫോർവേഡ് ബയാസിൽ കൊണ്ടുവരണമെങ്കിൽ വി നീഡ് ടു അപ്ലൈ എ പൊട്ടൻഷ്യൽ ലൈക്ക് ദിസ്, ആൻഡ് ദിസ് പൊട്ടൻഷ്യൽ ഷുഡ് ഓവർകം ദ പൊട്ടൻഷ്യൽ ബാരിയർ 0.7 വോൾട്ടേജ് ഫോർ ദ കറണ്ട് ടു ഫ്ലോ ത്രൂ ദ ജംഗ്ഷൻ ഡയോഡ്. അതായത് നമ്മൾ 0.7നേക്കാൾ കൂടുതൽ ഒരു വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ നമ്മൾ സെമി കണ്ടക്ടറിൽ കൂടി എന്തുള്ളൂ, കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇതിനാണ് നമ്മൾ 0.7 വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഫോർ ദോസ് വോൾട്ടേജ് മോർ ദാൻ അവർ 0.7 വോൾട്ടേജ്, അപ്ലൈഡ് പൊട്ടൻഷ്യൽ മോർ ദാൻ 0.7 വോൾട്ടേജ്, ദ ബിഹേവിയർ, വോൾട്ടേജ് കറണ്ട് ബിഹേവിയർ വിൽ ബി ഒമിക്. ഒമിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ആൻഡ് കറണ്ട് റിലേഷൻഷിപ്പ് ഈസ് ലീനിയർ. വോൾട്ടേജ് ഇൻക്രീസസ്, കറണ്ട് ഇൻക്രീസസ് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ. ഓക്കെ, അതിനെയാണ് നമ്മൾ ഒമിക് റീജിയൻ എന്ന് പറയുന്നത്. സോ ബിലോ ടു ദാറ്റ് 0.7 വോൾട്ടേജ് ദ വേരിയേഷൻ ഓഫ് ദ കറണ്ട് വിൽ ബി വെരി വെരി സ്മോൾ. ഓക്കെ, കമ്പയർഡ് ടു എ നോർമൽ മെറ്റൽ. ഒരു മെറ്റൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ 0.1 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ട് കിട്ടും. ബട്ട് ജംഗ്ഷൻ ഡയോഡിലേക്ക് വരുമ്പോൾ 0.7 സിലിക്കൻ്റെ കേസാണെങ്കിൽ 0.7 താഴെ നമുക്ക് വെരി ലോ കറണ്ട് ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് നമ്മളുടെ
നോർമൽ ഡയോഡ് ലോ റീജിയനിൽ എന്തല്ല ഒമിക് അല്ല. ഓക്കെ, അവിടുത്തെ വേരിയേഷൻ എന്ന് പറയുന്നത് ലീനിയർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ if you want to make a diode that will operate for voltage less than 0.7 voltage in the case of silicon, okay, we should have to think about the concept of metal semiconductor junction. So metal semiconductor junction അല്ലെങ്കിൽ Schottky diode എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഇറ്റ് ഈസ് an approach to reduce the built-in potential. built-in potential 0.7 നിന്ന് കുറഞ്ഞ വോൾട്ടേജിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് എളുപ്പം ഈ ഡയോഡിനെ ഫോർവേഡ് ബയസ് ആക്കുക. സോ മോസ്റ്റ് ഓഫ് ദ സെമികണ്ടക്ടർ ഡിവൈസസ് ആർ യൂസിങ് ഇൻ മോഡേൺ ടെക്നോളജി ഫോർ സ്വിച്ചിങ് പർപ്പസ്. സ്വിച്ചിങ് പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വി നീഡ് ടു മേക്ക് ദ ഡിവൈസ് ഓൺ ആൻഡ് ഓഫ് വെരി ഫ്രീക്വൻ്റ്ലി. അതിനെയാണ് സ്വിച്ചിങ് പർപ്പസ് എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഓണും ഓഫും ആക്കാനായിട്ട് മറ്റേ സെമി കണ്ടക്ടർ ഡിവൈസിനെ യൂസ് ചെയ്യണമെങ്കിൽ ഈ 0.7 വോൾട്ടേജ് ടു 0 വോൾട്ടേജ് സ്വിങ് വന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈ ഓൺ ഓഫ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ 0.7 നിന്ന് 0.7 വോൾട്ടേജിനേക്കാൾ കുറഞ്ഞ ഒരു വോൾട്ടേജിലേക്ക് നമ്മളുടെ കോണ്ടാക്ട് പൊട്ടൻഷ്യലിനെ കൊണ്ടുവരാൻ പറ്റിയാൽ നമുക്ക് ഓൺ ടു ഓഫ് ആൻഡ് ഓഫ് ടു ഓൺ കണ്ടീഷൻസ് നമുക്ക് വളരെ കുറഞ്ഞ സ്വിങ്ങിൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു എഫക്റ്റ് എന്ന് പറയുന്നത് നോർമൽ ജംഗ്ഷനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നോർമൽ ജംഗ്ഷനിലെ മെയിൻ കറണ്ട് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കറണ്ടാണ്. ഡിഫ്യൂഷൻ കറണ്ടിന് നമ്മൾ കൊടുക്കുന്നത് എക്സ്റ്റേണൽ നമ്മൾ ബാറ്ററി സോഴ്സ് വഴി ഇങ്ങോട്ടേക്ക് ഹോൾസിനെ ഇഞ്ചെക്ട് ചെയ്യും. അതിവിടെ വരുമ്പോൾ മൈനോറിറ്റി കാരിയർ ആകും. സോ ദെയർ വിൽ ബി എ മെക്കാനിസം ഓഫ് ഇഞ്ചെക്റ്റിംഗ് മൈനോറിറ്റി കാരിയേഴ്സ് ഇൻ ടു അവർ സെമി കണ്ടക്ടർ ജംഗ്ഷൻ. അതുപോലെ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് ഇഞ്ചെക്ട് ചെയ്യും. സോ ഇലക്ട്രോൺസും ഹോൾസും കൂടിയിട്ട് ഡിഫ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഒരു നോർമൽ സെമി കണ്ടക്ടർ ഡയോഡിൽ കറണ്ട് ഉണ്ടാവുന്നത്. ബട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഈ ഷോട്ട്കി ഡയോഡ് അല്ലെങ്കിൽ മെറ്റൽ സെമി കണ്ടക്ടർ ഡയോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് കാരിയേഴ്സിൻ്റെ ഫ്ലോ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് മെറ്റൽ ആൻഡ് പി ടൈപ്പ് ആണെങ്കിൽ നമുക്കുണ്ടാവുന്ന ഹോൾസിൻ്റെ ഡിഫ്യൂഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓർ മെറ്റൽ ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ നമുക്ക് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ എൻ ടൈപ്പ് മെറ്റീരിയലിൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് മെജോറിറ്റിയാണ്. സോ നമ്മൾ നോർമൽ പി എൻ ജംഗ്ഷനിൽ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ ഡിഫ്യൂഷൻ കൊണ്ടാണ് നമ്മൾക്ക് കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷനിലേക്ക് വരുമ്പോൾ മെജോറിറ്റി കാരിയേഴ്സിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ മെജോറിറ്റി കാരിയേഴ്സിൻ്റെ ഡിഫ്യൂഷൻ കൊണ്ട് മാത്രമായിരിക്കും നമ്മൾക്ക് എന്തുണ്ടാവുന്നത്, മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷനിൽ കൂടി കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. സോ വൺ ടൈപ്പ് കാരിയേഴ്സാണ് മെയിനായിട്ട് കറണ്ടിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷനിൽ. സോ ഈ മൈനോറിറ്റി കാരിയർ ഇഞ്ചക്ഷൻ ആ മെക്കാനിസം അല്ലെങ്കിൽ ഒരു ചാർജ് അബ്സോർപ്ഷൻ, ഓക്കെ, കാരിയർ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം, കാരിയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഒരു മെക്കാനിസം നോർമൽ ഷോട്ട്കി ഡയോഡിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സ്വിച്ചിങ് ഓപ്പറേഷൻസ് ഒക്കെ കമ്പയർഡ് ടു നോർമൽ ഡയോഡ് ഈ ഷോട്ട്കി ഡയോഡിൽ വളരെ കൂടുതലായിരിക്കും. സ്വിച്ചിങ് സ്പീഡ്, വെരി ഹൈ സ്പീഡ്. അപ്പം നമുക്കറിയാം മോഡേൺ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്, അവിടെ നമുക്ക് ഡിവൈസസ് വേണ്ടത് വെരി ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ആണ് വേണ്ടി വരുന്നത്. ഓക്കെ, സോ ഓരോ പ്രാവശ്യം നമ്മളുടെ ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്രോഡക്ട്സ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് സ്പീഡ് കൂടി നോക്കിയിട്ടാണ്. സോ ഹൈ സ്പീഡ് ഡിവൈസസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വിച്ചിങ് ഡിവൈസസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡയോഡ്സൊക്കെ ഈ ഷോട്ട്കി ബാരിയർ ഡയോഡ്, ഷോട്ട്കി ഡയോഡ് ഓർ ഷോട്ട്കി ബാരിയർ ഡയോഡ് എന്നും പറയാറുണ്ട്. ഷോട്ട്കി ബാരിയർ ഡയോഡിൻ്റെ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ആയിരിക്കും നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്, സ്വിച്ചിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ബിക്കോസ് ഓൺലി വൺ ടൈപ്പ് കാരിയേഴ്സ് ആർ കോൺട്രിബ്യൂട്ടഡ് ടുവേർഡ്സ് ദ കണ്ടക്ഷൻ ആൻഡ് there is no minority carrier injection or such operations in Schottky barrier diode. And second reason is that barrier potential is less compared to normal PN junction in metal semiconductor junction or what you say our Schottky barrier junction. So ഇത്രയും റീസൺ കൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ട് മെറ്റൽ സെമികണ്ടക്ടർ ജംഗ്ഷൻ പ്രിഫർ ചെയ്യുന്നു എന്ന് നോക്കാൻ പോകുന്നു. ഓൾസോ ഇൻ അഡീഷൻ ടു ദാറ്റ്, സോ നമ്മൾ പറഞ്ഞു മെറ്റൽ ജംഗ്ഷൻ എന്ന് പറയുന്നത്, മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ എന്ന് പറയുന്നത് മെറ്റലും സെമി കണ്ടക്ടറും കൂടിയിട്ടാണ്. സോ മെറ്റലും എൻ മെറ്റലും തമ്മിൽ നമുക്ക് ജംഗ്ഷൻ ഫോം ചെയ്യാം, മെറ്റലും പി മെറ്റലും തമ്മിൽ നമുക്ക് ജംഗ്ഷൻ ഫോം ചെയ്യാം. ഓക്കെ, മെറ്റലും എൻ മെറ്റലും തമ്മിൽ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റൽ സൈഡ് വിൽ ബിഹേവ് ആസ് പി ടൈപ്പ് ആൻഡ് എൻ സൈഡ് ബിഹേവ് ആസ് എൻ ടൈപ്പ്. സോ നോർമൽ പി എൻ ജംഗ്ഷൻ പോലെ തന്നെ ആയിരിക്കും മെറ്റലും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും തമ്മിലുള്ള ജംഗ്ഷൻ എന്ന് പറയുന്നത്. വി വിൽ സി ഹൗ ഇറ്റ് ബിഹേവ്സ് ആസ് എ പി എൻ ജംഗ്ഷൻ വിത്ത് മെറ്റൽ
മെറ്റൽ ആസ് പി സൈഡ്. സോ മെറ്റൽ പി സൈഡ് ആണെങ്കിൽ ഫോർവേഡ് ബയാസ് ചെയ്യണമെങ്കിൽ മെറ്റലിലേക്ക് നമ്മൾ എന്ത് കൊടുക്കണം? പോസിറ്റീവ് സൈഡ് ഓഫ് ദ ബാറ്ററി കൊടുക്കണം. ഇൻസൈഡ് മെറ്റീരിയലിലേക്ക് നമ്മൾ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയും കൊടുക്കണം. അതേസമയം നമ്മളുടെ മെറ്റൽ ആൻഡ് പി ടൈപ്പ്, പി ഇമ്പ്യൂരിറ്റി ഡോപ്പ് ചെയ്ത മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയ ജംഗ്ഷൻ അല്ലെങ്കിൽ ജംഗ്ഷൻ ഫോർമേഷൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് എം ബിഹേവ് ആസ് എൻ മെറ്റീരിയൽ ആൻഡ് പി സൈഡ് ആസ് പി മെറ്റീരിയൽ. ഓക്കെ, സോ പി എൻ ജംഗ്ഷൻ തിരിച്ചായിരിക്കും. സോ ഇവിടെ നമുക്ക് ഫോർവേഡ് ബയാസ് കൊടുക്കണമെങ്കിൽ ഇവിടെ നെഗറ്റീവ് കൊടുക്കണം, ഇവിടെ പോസിറ്റീവ് കൊടുക്കണം. സോ മെറ്റലിൽ പോസിറ്റീവ് കൊടുക്കേണ്ടത്, ഫോർവേഡ് ബയാസ് ആക്കാൻ വേണ്ടി പോസിറ്റീവ് കൊടുക്കേണ്ടത് മെറ്റൽ എൻ ടൈപ്പ് മെറ്റീരിയലിലായിരിക്കണം. മെറ്റലിൽ നെഗറ്റീവ് കൊടുക്കുന്നത് മെറ്റൽ പി ടൈപ്പിലായിരിക്കണം. സോ ഈ രണ്ട് ബിഹേവിയർ, ഈ രണ്ട് ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണ് ഒരു എം എൻ സെമി കണ്ടക്ടർ മെറ്റൽ ജംഗ്ഷന് ഫോർവേഡ് ബയാസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ ഈ മെത്തേഡ് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നമ്മളത് അതിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രം പഠിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടി പറയും എന്തുകൊണ്ട് മെറ്റൽ സൈഡ് ബിക്കം പോസിറ്റീവ് വൈൽ എം ആൻഡ് എൻ ടൈപ്പ് മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ. എന്തുകൊണ്ട് മെറ്റൽ ബിക്കം നെഗറ്റീവ്ലി ബയാസ്ഡ് for making the device to be in the forward bias in the case of metal and p material semiconductor junction. Okay, so നമുക്കത് പിന്നീട് നോക്കാം. സോ മെറ്റൽ സെമികണ്ടക്ടർ ജംഗ്ഷൻ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ജംഗ്ഷൻ എന്ന് പറയുന്നത് റെക്ടിഫൈങ് PN junction or rectifying contacts എന്നാ പറയാം. ഓക്കെ, സോ ഓൾസോ ഈ റെക്ടിഫൈങ് കോണ്ടാക്ട്, ഈ മെറ്റൽ ജംഗ്ഷൻ മെറ്റൽ സെമികണ്ടക്ടർ ഈ ജോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് കൂടിയാണ്. നമുക്കറിയാം ഈ സെമികണ്ടക്ടേഴ്സ് ഡിവൈസൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിലാണ്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് കമ്പോണൻസ് ഉണ്ടായിരിക്കും. ദെൻ ഫോർ എക്സാമ്പിൾ അവർ മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ നിങ്ങൾ ലാബിൽ ഉപയോഗിക്കുന്ന 7484 എന്ന് പറയുന്ന IC, അതിൻ്റെ അകത്തൊക്കെ നമ്മൾ എന്തുണ്ട്? സെമി കണ്ടക്ടർ ഡിവൈസസ് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ അകത്ത് ഓരോ ഡിവൈസിനും ഡയോഡ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മോസ്ഫെറ്റ് ആയിരിക്കും. ആ മോസ്ഫെറ്റ്സിൻ്റെ ഇൻപുട്ട് ടെർമിനൽസ് ഒരു എക്സ്റ്റേണൽ പെരിഫറിയിലേക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു പിൻ കൂടി കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഈ പിൻ എന്ന് പറയുന്നത് പ്യുവർ മെറ്റലാണ്. ഈ മെറ്റലും ഈ സെമി കണ്ടക്ടറിലേക്ക് തമ്മിലുള്ള കോണ്ടാക്റ്റ്, ആ കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോൾ ഇവിടെ ജംഗ്ഷൻ ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി നമ്മളുടെ ഇൻ്റഗ്രേറ്റഡ് IC മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു ഡയോഡ് നമ്മളുടെ സർക്യൂട്ടിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സർക്യൂട്ടിൻ്റെ പി മെറ്റീരിയലിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പിൻ കണക്ട് ചെയ്യേണ്ടത്. സോ അങ്ങനെ പിൻ കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആ മെറ്റലും ഈ ജംഗ്ഷൻ തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന സ്ഥലത്ത് ഒരു ജംഗ്ഷൻ ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ രണ്ട് രീതിയിലുള്ള നമുക്ക് പർപ്പസ്ഫുള്ളി മെറ്റലും ജംഗ്ഷൻ തമ്മിൽ ഡയോഡ് ആക്ഷൻ വേണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ജംഗ്ഷനാണ് റെക്ടിഫൈങ് കോണ്ടാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റെക്ടിഫൈങ് കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നോർമൽ ഒരു മെറ്റലും സെമി കണ്ടക്ടറും തമ്മിലുള്ള ജംഗ്ഷൻ ആയിരിക്കും. അതൊരു PN ഡയോഡായിട്ട് തന്നെ ബിഹേവ് ചെയ്യും വിത്ത് വോൾട്ടേജ് ലെസ് ദാൻ അവർ ഡയോഡ് നോർമൽ ഡയോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? വാട്ട് യു സേ റെക്ടിഫൈങ് PN ജംഗ്ഷൻ, റെക്ടിഫൈങ് കോണ്ടാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ICയിൽ നിന്നുള്ള കമ്പോണൻറ്റും പെരിഫറലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട പിന്നും തമ്മിലുള്ള കണക്ഷൻ കൊടുക്കേണ്ടത് ഒരിക്കലും റെക്ടിഫൈങ് കോണ്ടാക്ട്സ് വെച്ചായിരിക്കരുത്. കാരണം നമ്മളുടെ ഈ ICക്ക് അകത്തേക്ക് പോകുന്ന സിഗ്നലിനെ ഈ കോണ്ടാക്ട്സിലുള്ള ജംഗ്ഷൻ ഡയോഡ് അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് കണ്ടക്ട്. സോ ഡയോഡ് ആയതുകൊണ്ട് ഒരു സൈഡിലേക്കുള്ള കണ്ടക്ഷൻ മാത്രമേ അത് ചെയ്യുള്ളൂ. സോ റെക്ടിഫൈങ് കോണ്ടാക്ട്സിൻ്റെ ഡെഫിനിഷൻ വളരെ ക്ലിയർ ആണ്. റെക്ടിഫൈങ് കോണ്ടാക്ട്സ് allows current to flow in one direction, at the same time it prevent or block the current in opposite direction. ആ രീതിയിൽ ജംഗ്ഷൻസിന് നമ്മൾ മെറ്റലും സെമി കണ്ടക്ടറും വെച്ചിട്ട് മാനുഫാക്ചർ ചെയ്യുമ്പോൾ കിട്ടുന്ന ജംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെക്ടിഫൈങ് PN ജംഗ്ഷൻ ഓർ റെക്ടിഫൈങ് കോണ്ടാക്ട്സ് എന്ന് പറയുന്നത്. സോ ഈ റെക്ടിഫൈങ് കോണ്ടാക്ട്സ് ആയിരിക്കും നമ്മൾ ഈ പറയുന്ന ഈ ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ്ങിനും മറ്റുള്ള ആപ്ലിക്കേഷൻസിനും വേണ്ടിയിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഷോട്ട്കി ബാരിയർ എന്ന ഡയോഡിന് വിളിക്കുന്നത് ഈ റെക്ടിഫൈങ് കോണ്ടാക്ട്സ് ആയിരിക്കണം. സോ റെക്ടിഫൈങ് കോണ്ടാക്ട്സിന് ഉപയോഗിക്കുന്ന മെറ്റലിൻ്റെയും സെമി കണ്ടക്ടറിൻ്റെയും പ്രോപ്പർട്ടി ആയിരിക്കില്ല നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്ന ഇത് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഈ മെറ്റലും സെമി കണ്ടക്ടറിൻ്റെയും പ്രോപ്പർട്ടീസിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, ഇനി വിൽ സീ എന്താണ് ആ പ്രോപ്പർട്ടീസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. സോ ഒന്നാമത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്ന മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷനിൽ റെക്ടിഫൈങ് കോണ്ടാക്ട്സ് ആണ്. ദെൻ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഓമിക് കോണ്ടാക്ട്സ്.
ഓക്കെ, സോ ഒമിക് കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒമിക് എന്ന് പറയുന്നത് എന്താണ്, വോൾട്ടേജ് കറണ്ട് റിലേഷൻസിന്. സോ നമ്മൾ റെക്ടിഫയിങ് കോണ്ടാക്ട്സ് ആണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ പി എൻ ജംഗ്ഷൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ലൈക്ക് ഇവിടെ വരയ്ക്കാം. ഒമിക് റെക്ടിഫയിങ് കോണ്ടാക്ട്സ് ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് കറണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും, ഫോർവേഡ് ബയസിൽ. അതേസമയം റിവേഴ്സ് ബയസിൽ പോകുമ്പോൾ അതിൽ കൂടിയുള്ള കറണ്ട് എന്ന് പറയുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആയിരിക്കും. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിന് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ എക്സീഡ് ചെയ്ത് റിവേഴ്സ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ ജംഗ്ഷൻ ബ്രേക്ക് ചെയ്യും. സോ ഇതാണ് നമ്മളുടെ റെക്ടിഫയിങ് പി എൻ ജംഗ്ഷൻ്റെ വാട്ട് യു സേ വി ഐ ഓർ ഐ വി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം നമ്മൾ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിലെ കമ്പോണൻസിലേക്ക് എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്നുള്ള സിഗ്നൽ കണക്ട് ചെയ്യാൻ പോകുന്നതാണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട കോണ്ടാക്ട്സ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ആയിരിക്കണം, ഒമിക് കോണ്ടാക്ട്സ് ആയിരിക്കണം. ആ ഒമിക് കോണ്ടാക്ട്സ് വഴി നമുക്ക് കറണ്ട് ഐ സിയുടെ അകത്തേക്കും ഫ്ലോ ചെയ്യാൻ പറ്റണം, ഐ സിയിൽ നിന്ന് പെരിഫറൽ ഡിവൈസിലേക്കും ഫ്ലോ ചെയ്യാൻ പറ്റണം. ദാറ്റ് മീൻസ് അവർ ഒമിക് കോണ്ടാക്ട്സ് അലൗസ് കറണ്ട് ടു ഫ്ലോ ഇൻ ബോത്ത് ഡയറക്ഷൻ. Okay, so that is the difference between a rectifying PN junction or rectifying metal semiconductor junction and omic metal junction, metal semiconductor junction. So rectifying contacts allows the currents to flow only in one direction, and what you say, our omic contacts allows the currents to flow in both direction. സോ ആ രീതിയിൽ നമ്മൾ ജംഗ്ഷൻസ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്കുള്ള ഒമിക് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. സോ റിമെമ്പർ, റെക്ടിഫയിങ് കോണ്ടാക്ട്സും ഒമിക് കോണ്ടാക്ട്സും നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. സോ വി ഷുഡ് ഔട്ട് ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഷോട്ട്കി ബാരിയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഷോട്ട്കി ബാരിയർ എന്ന് പറയുന്നത് എന്താണ്, അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്, അത് എഴുതിയെടുക്കാം. ഷോട്ട്കി ബാരിയർ, ഓക്കെ, ഷോട്ട്കി ബാരിയർ ഈസ് എ പൊട്ടൻഷ്യൽ ബാരിയർ. ഷോട്ട്കി ബാരിയർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ബാരിയർ ആണ് പൊട്ടൻഷ്യൽ ബാരിയർ ഫോർ ഇലക്ട്രോൺസ് ഓർ ഹോൾസ് or general potential barrier for the carriers. Okay, so Schottky barrier is a electric potential barrier for electrons and or holes or general for the carriers formed. എവിടെയാണ് ഇത് ഫോം ചെയ്യുന്നത്, ഫോംഡ് അറ്റ് എവിടെയായിരിക്കും, ഇപ്പോൾ പറഞ്ഞ എവിടേക്കാണ്, മെറ്റൽ ആൻഡ് semiconductor junction. So semiconductor junction. So നമ്മൾ പറഞ്ഞു, സോ റെക്ടിഫയിങ് ഷോട്ട്കി ബാരിയർ എന്ന് പറയുന്നത് ഈസ് എ പൊട്ടൻഷ്യൽ ബാരിയർ സെയിം ലൈക്ക് അവർ പൊട്ടൻഷ്യൽ ബാരിയർ ഇൻ നോർമൽ പി എൻ ജംഗ്ഷൻ. ഓക്കെ, ഫോംഡ് ബിറ്റ്വീൻ മെറ്റലും സെമി കണ്ടക്ടറും തമ്മിൽ ജംഗ്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ബാരിയർ നമ്മൾ സ്പെഷ്യലി വിളിക്കുന്ന ടു ദ ഓണർ ഓഫ് ദാറ്റ് സയൻറ്റിസ്റ്റ് നമ്മൾ വിളിക്കുന്നതാണ് എന്താണ്, ഷോട്ട്കി ബാരിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദേ ഹാവ് റെക്ടിഫയിങ് ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ലൈക്ക് അവർ നോർമൽ പി എൻ ജംഗ്ഷൻ. സോ പി എൻ ജംഗ്ഷൻ്റെ ബിഹേവിയർ എന്താണോ അതേ ബിഹേവിയറായിട്ടുള്ള ഒരു ജംഗ്ഷൻ ആയിരിക്കും, പി എൻ ഡയോഡ് ആയിരിക്കും ഈ മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബോത്ത് ഡയറക്ഷനിൽ കണ്ടക്ഷൻ നടക്കുകയാണെങ്കിൽ അതിന് ഒമിക് കോണ്ടാക്ട്സ് എന്നും, ദെൻ ഒരു സൈഡിലേക്ക് മാത്രമാണ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിന് റെക്ടിഫയിങ് കോണ്ടാക്ട്സ് എന്നും പറയും. ഓക്കെ, നൗ ഇൻ സിലബസ് മെൻഷൻ ചെയ്തിരിക്കുന്ന 2 ടേം ഉണ്ട്, നമ്മൾ ആ 2 ടേം കൂടി പഠിക്കണം. അതിന് ശേഷമാണ് നമുക്ക് എന്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ, ഈ എന്താണ് ഈ പി എൻ ജംഗ്ഷൻ്റെ അല്ലെങ്കിൽ മെറ്റൽ സെമി കണ്ടക്ടറിൻ്റെ ഫോർമേഷനും അതിൻ്റെ ബിഹേവിയറും പിന്നെ അതിൻ്റെ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്ന അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ച 2 കോൺസെപ്റ്റ്, കെമിസ്ട്രി അല്ല വേറെ നിങ്ങൾ ഓൾറെഡി പഠിച്ച ഫിസിക്സിലും കെമിസ്ട്രിയിലും കൂടെ പഠിച്ചാന്ന് തോന്നുന്നു 2 കോൺസെപ്റ്റ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ആ കോൺസെപ്റ്റ് സിലബസിലും പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് കോൺസെപ്റ്റ്സ് ആർ വർക്ക് ഫങ്ഷൻ, ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇലക്ട്രോൺ affinity. Work function and electron affinity. So work function നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പറഞ്ഞപ്പോൾ എക്സസ് ക്യാരേജ് ജനറേഷൻ കേസിൽ നമ്മൾ ഇൻട്രഡക്ഷനായിട്ട് അവിടെ പറഞ്ഞിരുന്നു വർക്ക് ഫങ്ഷൻ എന്താണ് എന്നുള്ളത്. ദാറ്റ് ടു വൈൽ വി ഡിസ്കസ്ഡ് അബൌട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫിസിക്സിലും പഠിച്ചിട്ടുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നാണ്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സർട്ടൺ മെറ്റീരിയൽസ്, സർട്ടൺ മെറ്റൽസ്, ഓക്കെ, അതിൻ്റെ അകത്തേക്ക് എന്താ നമ്മൾ കൊടുക്കുക, ഇഫ് യു അലൗ ദ ലൈറ്റ് ഫോട്ടോൺസ്
light energy if allowed to fall onto this metal. Okay, what will happen at a certain frequency, more than that frequency of the incoming photons or incoming lights, electrons will eject out of the metal. Electrons will come out of the metal surface. അതിനെയാണ് എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അതല്ല നമ്മളെ ടോപ്പിക്ക്. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോൺസ് വിത്ത് സഫിഷ്യൻറ്റ് എനർജി അലൗഡ് ടു ഹിറ്റ് ഓൺ എ മെറ്റൽ സർഫസ്, ഇലക്ട്രോൺസ് വിൽ എസ്കേപ്പ് ഔട്ട് ഓഫ് ദ കൺട്രോൾ ഓഫ് ഇറ്റ്സ് പേരൻ്റ് ആറ്റം. ഓക്കെ, ഓരോ ആറ്റത്തിൻ്റെയും ന്യൂക്ലിയസിൻ്റെ കൺട്രോളിലായിരിക്കും ഈ ഇലക്ട്രോൺ ഉണ്ടാവുക. സോ ഫോട്ടോൺസ് അല്ലെങ്കിൽ ഇൻകമ്മിങ് ലൈറ്റിൽ നിന്നുള്ള എനർജി അബ്സോർബ് ചെയ്തിട്ട് ഈ ഇലക്ട്രോൺസ് ഈ മെറ്റൽസ് എന്നതിൻ്റെ ന്യൂക്ലിയസിൽ നിന്നുള്ള കൺട്രോൾ ബ്രേക്ക് ചെയ്തിട്ട് അത് എസ്കേപ്പ് ചെയ്ത് പോകും. ഈ എസ്കേപ്പ് ചെയ്ത് പോകുന്നതിന് നമ്മളെ ഗോയിങ് ടു വാക്വം എന്നാണ് പറയുക. ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ, വർക്ക് ഫംഗ്ഷൻ ഡെഫിനിഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമാണ് ഗോയിങ് ടു വാക്വം. വാക്വം എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് കൺട്രോൾ ഓഫ് ന്യൂക്ലിയസ്, പേരൻ്റ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ കൺട്രോളിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ഒരു പോയിന്റിലേക്ക് എത്തുന്നു. അതിനാണ് നമ്മളെന്ന് പറയുന്നത് ടു വാക്വം. ഓക്കെ, സോ ആ മെറ്റീരിയലിൻ്റെ നേച്ചർ അനുസരിച്ചായിരിക്കും ഈ ഓരോ എനർജി എത്ര വേണമെന്നുള്ളത്. സോ ഈ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഈ എനർജി എന്ന് പറയുന്നത് ഒരു മിനിമം ഒരു എനർജീൻ്റെ മേളിൽ കൊടുത്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇലക്ട്രോൺസ് പേരൻ്റ് ന്യൂക്ലിയസിൽ നിന്ന് അല്ലെങ്കിൽ പേരൻ്റ് ആറ്റത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് വാക്യൂത്തിലേക്ക് പോകുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ മെറ്റലിനും കൊടുക്കേണ്ട മിനിമം എനർജിയെയാണ് നമ്മൾ വർക്ക് ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. സോ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എനർജി റിക്വയർഡ് ടു മൂവ് യൂണിറ്റ് ചാർജ് ഇ പെർ ക്യൂ ആണ് നമ്മൾ പൊട്ടൻഷ്യൽ വി എന്ന് പറയുന്നത്. നിങ്ങൾ +2 ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എനർജി പെർ ക്യൂ ആണ് നമ്മൾ ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ഈ പൊട്ടൻഷ്യലിനെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നത് ആക്ച്വലി എനർജി ആയിരിക്കും. സോ മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മളുടെ ഈ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പൽ യൂസ് ചെയ്യുന്നത് Q ഇൻറ്റു ഫൈ എന്ന് പറയുന്ന സിമ്പലാണ്. Q എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഫൈ എന്ന് പറയുന്ന സം വോൾട്ടേജ്. ഇത് വോൾട്ടേജ് ഓരോ മെറ്റലിനും ഓരോന്നായിരിക്കും. ഓക്കെ, സോ ഈ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മിനിമം എമൗണ്ട് ഓഫ് എനർജി. സോ വർക്ക് ഫങ്ഷൻ ഡെഫിനിഷൻ എഴുതിയെടുക്കുക. Work function is the minimum amount of energy required. Minimum amount of energy required. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? To pull out an electron from the parent atom or from the Fermi energy level. പേരൻ്റ് ആറ്റത്തിലുള്ള ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെറ്റലിൻ്റെ ഫെർമി എനർജിയിലായിരിക്കും. സോ ഫെർമി എന്ന മെറ്റലിൻ്റെ എഫ് എം എന്ന് പറയുന്നത് ഫെർമി എനർജി ഓഫ് ദ മെറ്റൽ. എം എനർജിയിൽ നിന്ന് കൂടിയ ഒരു എനർജിയിലേക്ക് ഇലക്ട്രോൺസിന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട ഈ മിനിമം എനർജിയാണ് നമ്മൾ ഈ Q5 എന്ന് പറയുന്ന ടേം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ Q5 എന്ന് പറയുന്ന ടേമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വർക്ക് ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി ഈ വർക്ക് ഫങ്ഷൻ്റെ ഈ മെറ്റീരിയലിൻ്റെ ഒരു ബിഹേവിയർ എന്ന് പറയുന്ന ഒരു മിനിമം എനർജിയുടെ സ്കെയിൽ ഇവിടെ, ദെൻ ഇജക്റ്റ് പോകുന്ന ഫ്രീക്വൻസി ഇവിടെ, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയുടെ മോളിൽ വരുമ്പോൾ ആ ഫ്രീക്വൻസി നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ത്രഷോൾഡ് ഫ്രീക്വൻസി. ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതൽ എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട് E is equal to H nu. ഓക്കെ, സോ E0 is equal to H nu 0യേക്കാൾ കൂടിയ എനർജി വരുമ്പോൾ എന്ത് ചെയ്യും? ഓരോ ഇലക്ട്രോൺസും അതിൻ്റെ അകത്തുനിന്ന് എസ്കേപ്പ് ചെയ്ത് പോകും. എസ്കേപ്പ് ചെയ്ത് പോകുന്ന ഇലക്ട്രോൺസിന് ആ പാർട്ട് ഓഫ് ദ എനർജി വിൽ യൂസ് ടു കൺസ്യൂം ടു ഓവർകം ദാറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ. വർക്ക് ഫങ്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. റിമൈനിങ് എനർജി വിൽ ബി ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് എനർജി. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ഈ എനർജി എത്രയുണ്ട് എന്നറിയാനായിട്ട് ഇതിനിങ്ങനെ ബാക്കിലോട്ട് ഡ്രോപ്പ് ചെയ്ത് ഈ കിട്ടുന്ന ഈ ഹൈറ്റ് ആയിരിക്കും നമ്മുടെ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മളുടെ ടോപ്പിക്കല്ല, എനിവേ പറഞ്ഞു പോയെന്നുള്ളൂ. ഇതാണ് നമ്മളുടെ വർക്ക് ഫങ്ഷൻ എനർജി എന്ന് പറയുന്നത്. സോ ഈ വർക്ക് ഫങ്ഷൻ എനർജി ഓരോ മെറ്റലിനും ഓരോ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, ഓരോ വാല്യൂസ് ആയിരിക്കും. സോ ദാറ്റ് വാല്യൂ ഈസ് ഓൾറെഡി ഇൻ ദ ഫോം ഓഫ്, നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Q5 എന്നാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അലൂമിനിയം മെറ്റലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻ ദ ഓർഡർ ഓഫ് 4.4 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ എനർജി ആയിരിക്കും. സോ Q5 എന്ന് പറയുന്നത് നാച്ചുറലി ഇൻ ജൂൾസിലായിരിക്കും നമ്മൾ പറയാം. സോ ജൂൾസിനെ നമ്മൾ വർക്ക് ഫങ്ഷൻ ഇലക്ട്രിക് വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 4.4 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും അലൂമിനിയം മെറ്റലിൻ്റെ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത്. അതേസമയം മെറ്റൽ ഗോൾഡ് AU ആണ് നമ്മളുടെ മെറ്റലെങ്കിൽ അവിടുത്തെ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത് 4.8 to 5 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും.
ഓക്കെ. ദെൻ പ്ലാറ്റിനം ആണ് നമ്മളുടെ മെറ്റൽ എങ്കിൽ അവിടുത്തെ ഇലക്ട്രോൺ വോൾട്ടിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 5.7 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഓക്കെ. സോ ഡെഫിനിഷൻ ആൻഡ് കോൺസെപ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ നോട്ട്സ് ഞാൻ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. സിലബസിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ത്, വർക്ക് ഫംഗ്ഷൻ ആൻഡ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ഡെഫിനിഷനിൽ നിങ്ങൾ പറയണം. ഒരു മെറ്റൽ, ആ മെറ്റലിൻ്റെ എനർജി ലെവൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാലൻസ് ബാൻഡ്, ദെൻ കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ് ഇങ്ങനെ, കണ്ടക്ഷൻസ് ബാൻഡ് ഇങ്ങനെ മുകളിലോട്ട്. ഓക്കെ. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും മിക്സ് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് വരുന്നതാണ് നമ്മളുടെ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ സംവെയർ ഹിയർ ആയിരിക്കും, ഇവിടെ ആയിരിക്കും നമ്മളുടെ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ കേസസ് ഓൾ ഓഫ് ദ ഇലക്ട്രോൺസ് വിൽ ബി ഹാവിങ് എനർജി മോർ ദാൻ ദ ഫെർമി എനർജി. ദാറ്റ്സ് വൈ കണ്ടക്ടേഴ്സ് ആർ കണ്ടക്ടിങ്. എന്തുകൊണ്ടാണ് കണ്ടക്ടേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടക്ടേഴ്സ് മെറ്റീരിയൽസിലുള്ള അല്ലെങ്കിൽ ആറ്റത്തിലുള്ള ഇലക്ട്രോൺസിൻ്റെ എനർജി, അവൈലബിൾ എനർജി എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ ഫെർമി എനർജി ലെവൽ. സോ FM എന്ന് പറയുന്ന മെറ്റലിൻ്റെ ഫെർമി എനർജി, ആ എനർജിയിൽ നിന്ന് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വാക്യൂം എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക്. എന്താണ് വാക്യൂം എന്ന് ഞാൻ പറഞ്ഞു. വാക്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി വിച്ച് ഈസ് കറസ്പോണ്ട്സ് ടു or which is required to break the control of the nucleus. ന്യൂക്ലിയസിൻ്റെ കൺട്രോൾ, ന്യൂക്ലിയസിൽ നിന്നുള്ള ലിങ്ക് ബ്രേക്ക് ചെയ്ത് അതിലേക്ക് അട്രാക്ഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട എനർജി, എത്ര എനർജിയാണോ അതിനാണ് നമ്മൾ വാക്യൂം എനർജി ലെവൽ എന്ന് പറയുന്നത്. സോ വർക്ക് ഫംഗ്ഷൻ ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു എസ്കേപ്പ് ഓർ ടു പുൾ ഔട്ട് ഓഫ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ ഫെർമി എനർജി ലെവൽ ടു വാക്യൂം. അതിനാണ് നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞു. Q5 എന്ന് പറയുന്ന സിമ്പിൾ Q5M എന്ന് നമ്മൾ ചിലപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യും. Q5M ഓർ സിംപ്ലി 5M എന്ന് ചില ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ദാറ്റ് റെപ്രസെൻറ്റ്സ് മെറ്റൽസ് what you say work function. Okay, now second point that is mentioned in your syllabus is electron affinity. Okay, so electron affinity അതും നിങ്ങൾ എന്താ കെമിസ്ട്രി +2 കെമിസ്ട്രിയിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള ടേം തന്നെയാണ്, സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്ന ഡെഫിനിഷൻസ് നോട്ട് ചെയ്യുക. ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ആഡ് ആൻ ഇലക്ട്രോൺ ഫ്രം വാക്യൂം ടു എ മെറ്റൽ അറ്റ് ന്യൂട്രൽ കണ്ടീഷൻ ഓർ ന്യൂട്രൽ സ്റ്റേറ്റ്. ഓക്കെ, ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നൊക്കെ പറയും. സോ ഇലക്ട്രോൺ അഫിനിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി എന്തിനുള്ളതാണ്? എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ആഡ് ആൻ ഇലക്ട്രോൺ. എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ആഡ് ആൻ ഇലക്ട്രോൺ. എവിടെ നിന്നാണ് ഇലക്ട്രോൺ കൊണ്ടുവരേണ്ടത്? ഫ്രം വാക്യൂം. ഫ്രം വാക്യൂം മീൻസ് ദാറ്റ് ഇലക്ട്രോൺ ഈസ് നോട്ട് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എനി ആറ്റം. ഒരു ഫ്രീ ഇലക്ട്രോൺ ആണ്. ഫ്രം വാക്യൂം ടു എ ന്യൂട്രൽ ആറ്റം. ന്യൂട്രൽ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ സിലിക്കൺ ആണെങ്കിൽ സിലിക്കണിൻ്റെ ഇലക്ട്രോൺസും ഹോൾസും ഒന്നും ലൂസ് ആയിട്ടില്ല, അല്ലെങ്കിൽ അത് അതിൻ്റെ നോർമൽ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, സോ ടു ആൻ ആറ്റം ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ്സ് ഓർ ടു എ ന്യൂട്രൽ ആറ്റം. അപ്പോൾ അങ്ങനെ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലേക്ക് ഇടിച്ച് കയറാൻ കൊടുക്കേണ്ട, അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ഇൻഫ്ലുവൻസിലേക്ക് ഇടിച്ച് കയറാൻ കൊടുക്കേണ്ട എനർജിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ആ ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ടേം പറയുമ്പോൾ ആ എനർജി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ മെറ്റൽ ആണെങ്കിൽ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ആണെങ്കിൽ ആ മെറ്റലിൻ്റെ വാട്ട് യു സേ കണ്ടക്ഷൻ ബാൻഡിലേക്ക് വരാൻ, കണ്ടക്ഷൻ എനർജി ലെവൽ വരെ വരാൻ എടുക്കേണ്ട എനർജിയെ ആണ് നമ്മൾ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. സോ സെമി കണ്ടക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് സെമി കണ്ടക്ടർ എനർജി ബാൻഡ് ഡയഗ്രം അറിയാം. ഇവിടെയാണ് വാലൻസ് ബാൻഡ് എനർജി ലെവൽ, ഇതാണ് നമ്മളുടെ കണ്ടക്ഷൻ ബാൻഡ് എനർജി ലെവൽ. അതിൻ്റെ സംവെയർ ഹിയർ ആയിരിക്കും, അല്ലെങ്കിൽ ഹാഫ് വേ ത്രൂ ആയിരിക്കും ഫെർമി ലെവൽ എന്ന് പറയുന്നത്. സോ ഫെർമി ലെവൽ എന്ന് പറയുന്നത് ക്ലോസ് ടു കണ്ടക്ഷൻ ബാൻഡ് ആകാം, ക്ലോസ് ടു വാലൻസ് ബാൻഡ് ആകാം, ഹാഫ് വേ ത്രൂ ആകാം. സോ ഇൻട്രിൻസിക് മെറ്റീരിയൽ ആണെങ്കിൽ ഹാഫ് വേ ത്രൂ ആയിരിക്കും, എൻ ടൈപ്പ് ആണെങ്കിൽ ക്ലോസ് ടു കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും, പി ടൈപ്പ് ആണെങ്കിൽ ക്ലോസ് ടു വാലൻസ് ബാൻഡ് ആയിരിക്കും. സോ ഫോർഗെറ്റ് വാട്ട് ദാറ്റ് വി സ്റ്റഡിഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്. സോ നമ്മൾ ഈ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ നമ്മൾ വാക്യൂം നിന്നും അതിൻ്റെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് കൊണ്ടുവരാൻ എത്ര എനർജി കൊടുക്കണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഇലക്ട്രോൺ അഫിനിറ്റിയുടെ സിമ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും, എക്സ് പോലെ ഇരിക്കും. ഓക്കെ, അതിനെ കൈ എന്നാണ് വിളിക്കുക.
chi. Okay, so electron affinity chi എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ഇലക്ട്രോൺ അഫിനിറ്റി chi. So sometime അതിനെ Q ഇൻറ്റു chi എന്നും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. Q chi ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഈ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് ദ chi റെപ്രസെൻറ്റ്സ് സം വോൾട്ടേജ്. ആ വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് വിത്ത് Q give you energy. So energy required to add an electron from vacuum to the corresponding conduction band of an atom in its neutral state or in its ground state. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇലക്ട്രോൺ അഫിനിറ്റി. സോ ഇലക്ട്രോൺ അഫിനിറ്റിയും ഇലക്ട്രോൺ നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർമി എനർജിയിൽ നിന്ന് വാക്യൂത്തിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ കൊടുക്കേണ്ട എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, അതേസമയം അഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വാക്യൂം സ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ വാക്യൂം കണ്ടീഷനിൽ നിന്ന് നമ്മളുടെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് കൊണ്ടുവരാൻ എടുക്കേണ്ട എനർജിയാണ് നമ്മളുടെ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാനുള്ള നിങ്ങൾക്ക് കുറച്ച് എനർജി മതി, ഞങ്ങൾ ബൈ ഡെഫിനിഷൻ ഈ കൈ എനർജി എന്ന് പറയുന്നത്. സോ ഇലക്ട്രോൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇലക്ട്രോൺ അഫിനിറ്റിയും വർക്ക് ഫംഗ്ഷനും രണ്ട് കോൺസെപ്റ്റും നമ്മളുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഈ ജംഗ്ഷൻ, മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളത് അത് മനസ്സിലാകണമെങ്കിൽ ഈ വർക്ക് ഫംഗ്ഷൻ്റെ കോൺസെപ്റ്റും ഇലക്ട്രോൺ അഫിനിറ്റിയുടെ കോൺസെപ്റ്റും പിന്നെ ഈ എങ്ങനെയാണ് മെറ്റൽ ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ബിഹേവിയർ എന്നൊക്കെ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ പഠിച്ച ഡെറിവേഷൻസ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. ബട്ട് വി വിൽ ബി കവറിങ് ദ ഡീറ്റെയിൽസ് ഹൗ ദീസ് ഇലക്ട്രോൺ മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻസ് ബിഹേവ് as a junction or as a contact. സോ മെറ്റൽ സെമി കണ്ടക്ടർ ഉപയോഗിച്ച് നമുക്ക് ജംഗ്ഷനും ഫോം ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ കോണ്ടാക്റ്റും ഫോം ചെയ്യാം. ജംഗ്ഷൻ്റെ ബിഹേവിയർ ഇല്ലാത്ത ഒരു കേസും നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. സോ അതിന് രണ്ടിനും മെറ്റൽസിൻ്റെയും സെമി കണ്ടക്ടറിൻ്റെയും പ്രോപ്പർട്ടീസാണ്. ഡിഫറെൻറ്റ് മെറ്റൽസും ഇതിന് ഡിഫറെൻറ്റ് ഡോപ്പിംഗ് ലെവൽസുമായിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. സെയിം സെമി കണ്ടക്ടർ നമുക്ക് ഡോപ്പിംഗ് ലെവൽസ് കോൺസെൻട്രേഷൻസ് മാറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റെക്ടിഫൈങ് കോണ്ടാക്ട്സും ഒമിക് കോണ്ടാക്ട്സും മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻസ് വെച്ച് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ സെക്കൻഡ് മൊഡ്യൂൾ. തേർഡ് മൊഡ്യൂളിൻ്റെ ആദ്യം പറഞ്ഞിരിക്കുന്ന ടോപ്പിക് ഡയോഡ് കഴിഞ്ഞ് 1/3 2/3 ഹാഫ് പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ ഈ രണ്ട് ക്ലാസിഫിക്കേഷൻസും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് കോൺസെപ്റ്റ്.